ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് CMA US എന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ജനറൽ അവയർനെസ് കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോണ്ട് വേസ്റ്റ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്കുള്ളൊരു സംശയമാണ് CMA US കോഴ്സ് പഠിക്കാനായിട്ട് ഡിഗ്രി മാൻഡേറ്ററി ആണോ എന്നുള്ളത്. അതിൻ്റെ ഉത്തരം മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ്. പഠിക്കാനായിട്ട്, അതായത് +2 കഴിയുന്നൊരു വിദ്യാർത്ഥിക്ക്, നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഏത് സ്ട്രീം പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് CMA US കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം, പഠിക്കാം, എക്സാം എഴുതാം, പാസ്സാവാം. സോ എവിടെയാണ് ഡിഗ്രിയുടെ റിക്വയർമെൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമൊക്കെ പാസ്സായിട്ട് സർട്ടിഫൈഡ് ആവാൻ വേണ്ടി നിങ്ങളുടെ പേരിനോടൊപ്പം CMA എന്ന് പറയുന്ന ടാഗ് ചേർക്കണമെങ്കിൽ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രാജുവേറ്റഡ് ആയിരിക്കണം. സോ അത് ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല. നിങ്ങൾ BCom തന്നെ പാസ്സാവണമെന്ന് ഒരു നിർബന്ധമില്ല. BBA ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, BSc ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ഏത് സ്ട്രീം ഓഫ് ഡിഗ്രി ആണെങ്കിലും IMA അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അംഗീകൃതമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കാര്യത്തിലുള്ള ഡൗട്ട് നിങ്ങൾക്ക് മാറിയെന്ന് വിചാരിക്കുന്നു. ഡിഗ്രി എപ്പോഴാണ് ആവശ്യം വരിക? എക്സാം രണ്ടും പാസ്സായതിന് ശേഷം സർട്ടിഫൈഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രിയുടെ റിക്വയർമെൻറ്റ് വരുന്നത്. സോ തീർച്ചയായിട്ടും +2 കഴിയുന്നൊരു വിദ്യാർത്ഥി CMA US പഠിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ പാരലൽ എന്ത് ചെയ്തിരിക്കണം? ഡിഗ്രിയും കൂടെ ചെയ്തിരിക്കണം. അല്ലാതെ ഞാൻ CMA പാസ്സായിട്ട് പിന്നെ പോയി ഡിഗ്രി എടുക്കുക എന്ന് പറയുന്നത് ഒരു ബ്ലണ്ടർ ഡിസിഷനാണ്. കാരണം ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്ക് മാക്സിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. സോ നിങ്ങൾ BCom പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ BComനോടൊപ്പം തന്നെ CMA ചെയ്യാൻ ശ്രമിക്കുക. CMA പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ടെങ്കിലും ഡിഗ്രി ചെയ്തിരിക്കുക. സോ ജോയിൻ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും എക്സാം അറ്റൻഡ് ചെയ്യാനും ഒന്നും തന്നെ ഡിഗ്രിയുടെ റിക്വയർമെൻ്റ് ഇല്ല. പക്ഷേ പാസ്സായി കഴിഞ്ഞാൽ സർട്ടിഫൈഡ് ആവണമെങ്കിൽ ഡിഗ്രിയുടെ റിക്വയർമെൻ്റ് ഉണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. +2 കഴിയുന്ന സ്റ്റുഡൻസ് ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിൽ വിളിക്കുമ്പോൾ അവിടുത്തെ അഡ്മിഷൻ കൗൺസിലർ പറയും, ഡിഗ്രി ഒന്നും ചെയ്യേണ്ടെന്ന്, ഇപ്പോൾ തൽക്കാലം CMA പഠിക്കുക അല്ലെങ്കിൽ ACCA പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ആ ഡിഗ്രിക്ക് ഒരു വാല്യൂ ഉണ്ട്. ഞാൻ ഓൾറെഡി ഇമ്പോർട്ടൻസ് ഓഫ് ഡിഗ്രി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഡിഗ്രി നമുക്ക് എപ്പോഴും ഒരു അസറ്റ് തന്നെയാണ്. ഇവൻ ദോ അതിനെപ്പറ്റി ആൾക്കാർ എപ്പോഴും നെഗറ്റീവ് പറയും, ഒരു വാല്യൂ ഇല്ല, ഒരു ജോലിയും കിട്ടത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട്. ബട്ട് ജോലി കിട്ടിയ ഒരു വലിയ സമൂഹമുണ്ട്, അവർക്ക് ആ ഡിഗ്രി ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇവൻ ദോ അതിലവർ പഠിച്ച കാര്യങ്ങളായിരിക്കില്ല ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്, ആ ഒരു ക്രെഡൻഷ്യൽ, ഡിഗ്രി കംപ്ലീറ്റഡ് ആണെന്ന, ഗ്രാജുവേറ്റ് ആണെന്ന ക്രെഡൻഷ്യൽ ആയിരിക്കും അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അല്ലാതെ അതിനുള്ളിൽ പഠിച്ച കാര്യങ്ങളായിരിക്കണമെന്നില്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അക്കോർഡിംഗ് ടു മീ ഡിഗ്രി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ ഒരു 23 ഇയേഴ്സിനുള്ളിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. മിനിമം ടൈമിൽ മാക്സിമം ക്വാളിഫിക്കേഷൻ ആൻഡ് മാക്സിമം യൂട്ടിലൈസേഷൻ. ഇനി ഡിഗ്രി കൂടാതെ CMA സർട്ടിഫൈഡ് ആവാനായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യമാണ് വർക്ക് എക്സ്പീരിയൻസ്. സോ 2 വർഷത്തെ ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ് IMA റിക്വയർമെൻ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. സോ ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ബേസിക് ലെവൽ ഒരു അക്കൗണ്ടിങ് ജോബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു എക്സ്പീരിയൻസിന് നമുക്ക് ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് അക്രഡിറ്റഡ് ആവുന്നതാണ്. സോ നിങ്ങളതൊരു പ്രൈവറ്റ് കമ്പനിയിലാണോ ചെയ്തത് അല്ലെങ്കിൽ CFMലാണോ ചെയ്തത്, അതൊന്നും തന്നെ വലിയ പ്രശ്നമല്ല. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം IMAനെ ബോധ്യപ്പെടുത്തിയാൽ മതി. നിലവിൽ IMA നിങ്ങളുടെ അടുത്ത് എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കുന്നില്ല. IMAയുടെ ഒരു ഫോം ഉണ്ട്, അത് അവരുടെ വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. ആ ഫോം ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമ്മളുടെ എക്സ്പീരിയൻസും ഡീറ്റെയിൽസും കമ്പനി നെയിമും അതുപോലെ തന്നെ അവർക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിരിക്കുക. കാരണം ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മളെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കോ ഇമെയിൽ IDയിലേക്കോ അവർ കോൺടാക്ട് ചെയ്യുകയും ഇയാളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്കൗട്ട് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യും. സോ നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 7 ഡേയ്സിനുള്ളിൽ അത് പ്രോപ്പറായിട്ടുള്ള ഒരു സാധനമാണ് അയച്ചിട്ടുള്ളതെങ്കിൽ അപ്രൂവ്ഡ് ആവുകയും നിങ്ങൾ സർട്ടിഫൈഡ് ആവുകയും ചെയ്യും. സോ സർട്ടിഫൈഡ് ആവാനായിട്ടുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് ഈ പറഞ്ഞതൊക്കെയാണ്. 2 പാർട്ട് എക്സാം പാസ്സാവുക, ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക ആൻഡ് 2 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് കാണിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന സംശയമുണ്ട്, എനിക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആയി, ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ 2 വർഷമോ, പക്ഷേ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോഴേ കിട്ടണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഈ IMAയുടെ ഫോമിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കറൻ്റ്ലി വർക്കിംഗ് ആണ്, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ ഐ വിൽ കംപ്ലീറ്റ് മൈ 2 ഇയർ വർക്ക് എക്സ്പീരിയൻസ്. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഓപ്ഷൻ IMA കൊടുക്കുന്നുണ്ട്. അത് കൊടുത്താൽ എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിട്ട് കിട്ടുമോ എന്നുള്ളതിന് ആധികാരികമായിട്ട് എൻ്റെ തെളിവില്ല. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ആ ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് അല്ല, നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസ് വെച്ച് വേണമെങ്കിലും സർട്ടിഫൈഡ് ആവാനും സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ആപ്ലിക്കേഷൻ അയക്കാനുള്ളൊരു പോസിബിലിറ്റി അതിലുണ്ട്. സോ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള CMA കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി കിട്ടിയാലോ. ദെൻ CMAയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഡൗട്ടാണ് CP ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്.
CPA ക്രെഡിറ്റ്സ് ഒരു റിക്വയർമെൻ്റ് ആയിട്ട് IMA പറയുന്നുണ്ട്. അതായത് ഒരു IMA മെമ്പർ മിനിമം CPA ക്രെഡിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സോ എന്താണ് ഈ CPA ക്രെഡിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോമ്പീറ്റൻ്റ് ആണ്, ഒരു ആക്റ്റീവ് മെമ്പർ ആണ് എന്ന് ഉറപ്പ് വരുത്താനും, നിങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചേഞ്ചസ് എല്ലാം തന്നെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശമാണ് ഈ CPA ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ CPA ക്രെഡിറ്റ് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, IMA കണ്ടക്ട് ചെയ്യുന്ന വെബിനാറുകൾ, മീറ്റിംഗ്സ്, ഓൺലൈൻ മീറ്റിംഗ്സ്, കോൺഫറൻസുകൾ ഇതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺലൈനും വരും, ഓഫ്ലൈനും വരാറുണ്ട്. സോ ഇത് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഫൈനാൻഷ്യൽ ചേഞ്ചസിനെ പറ്റിയിട്ടും മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ഇത്തരം മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ അതിലൂടെ ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള IMA മെമ്പറാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. സോ ആ ഒരു കോമ്പീറ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് IMA CPA ക്രെഡിറ്റ്സ് വെച്ചിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് IMA കണ്ടക്ട് ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാംസിൻ്റെ ഇൻവിറ്റേഷനും രജിസ്ട്രേഷനും പ്രൊസീജിയേഴ്സൊക്കെ വരും. അത് അക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു മീറ്റിംഗ്സും കോൺഫറൻസും എല്ലാം തന്നെ, വെബിനാർസ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ CPA ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുമല്ലോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.